2-3 ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ. നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അല്ല 3-4 ദിവസമായിട്ട് തന്നെ നല്ല മഴയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഒത്തിരി കമ്മി വന്നിട്ടുണ്ടല്ലേ, വെയിലിൻ്റെ ആ ഒരു പ്രകാശമൊക്കെ വരുന്നുണ്ട്. എന്നാലും മഴ പോയിട്ടൊന്നുമില്ല, ഇടക്കും തലക്കൊക്കെ പെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. രാവിലെ തന്നെ ഓട്ടം പുറത്താണോ എന്ന് ചോദിച്ചാൽ ഈ മഴ പെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ മൂപ്പരുള്ളത്. എപ്പോഴും കൊമ്പത്താ പിടിപാട്. കൊലയിൽ ഇതാ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ ചുറ്റണത് കണ്ടിട്ട് നമ്മൾ ബൈക്കുമ്മലും ഓട്ടോറിക്ഷമ്മലൊക്കെ ഇങ്ങനെ ഉറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഷീറ്റ് വെച്ച് അടക്കാമെന്നുള്ള പരിപാടിക്കാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഈ മഴ പെയ്തോടുകൂടി എല്ലായിടൊപ്പം നനഞ്ഞ് പൊതിർന്ന് ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ എല്ലായിടും മഴത്തുള്ളി ഇങ്ങനെ കിരിഞ്ഞിറങ്ങുന്നുണ്ട് കേട്ടോ. എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ചാടിയോണ്ടാവും. ഏതായാലും നമുക്ക് ഇങ്ങനെ വെള്ളം ചാടുന്ന വീടെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞങ്ങളും കൂടി. അപ്പോൾ മഴൻ്റെ ഊക്ക് കണ്ടില്ലേ, രാവിലെ തന്നെ നല്ല മഴയാണ് പെയ്തുകൊണ്ട് നിൽക്കുന്നത്. വെള്ളപ്പൊക്കം വെള്ളം കാര്യങ്ങളൊക്കെ അതാ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളെ ജില്ലക്ക് അത്ര കണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും സേഫായിട്ട് ജാഗ്രതയായിട്ട് ഇരിക്കണം. അല്ല, മഴയും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാനാ പരിപാടി അല്ലല്ലേ. നമ്മൾ അടുക്കളയിൽ പോകണമല്ലേ. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അടുക്കളയാണ് ഇഷ്ടം. അടുക്കള കിച്ചണ് അയക്കില്ലേ ബാക്കിയില്ലേ നമ്മളെ തട്ടിക്കൂട്ട് പരിപാടികളുണ്ടല്ലോ, ഏകദേശം അത് കാണാനാണ് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം. തട്ടിക്കൂട്ട് കറികൾ എല്ലാതും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളിതാകണം ഒന്നും വെക്കൂല. അപ്പം ഇല്ലത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് വീഡിയോസാണ് നമ്മൾ ഇടലില്ലല്ലേ. അപ്പം ഇന്നും തന്നെ അതുതന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു റെസിപ്പി കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ മീൻ വന്നതല്ല, ഇന്നലെ മീൻ വന്നത് ഞാനൊന്ന് മുളക് കൂട്ടി വെച്ചതാട്ടോ. പിന്നെ 4 കൂലി ഇതാക്കണ ഇന്നും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെക്കണം. ആദ്യം നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കാനാട്ടോ. ഇപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഇല്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര വേദനയും വരുത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ മഴക്കാലത്തും കൂടി വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സൂക്കേടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഡോക്ടറെ കാട്ടണമെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെയാണ് ഉള്ളത്. ഏതായാലും ഈ ഒരു കുപ്പിക്ക് വെള്ളം എടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ 2 കുപ്പി കുടിച്ച് തീരണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ അകപ്പാടെ വയറുവേദന എടുത്തിട്ട് ഭയങ്കര വേദനയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാകാവല്ലേ. പൊതുവെ ഈ ഒരു വേനൽക്കാലത്തൊക്കെയാണ് ഇങ്ങനെ വേദനയും വരുത്തൊക്കെ ഉണ്ടാവുക. പക്ഷെ എനിക്ക് മഴക്കാലത്താണ് കുറച്ച് കൂടുതലുള്ളത് കേട്ടോ. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ടില്ല, തല നനച്ചിട്ടില്ല കേട്ടോ. എന്നും തല നനച്ചിട്ട് മുടി വല്ലാതെ പോകുന്നുണ്ട്. ഒന്നാമത് ഇപ്പം മഴയാണല്ലോ, എപ്പോഴും മുടി ഇങ്ങനെ നനഞ്ഞ് ഒട്ടി ഇങ്ങനെ നിൽക്കല്ലേ, ഉണങ്ങണില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്നരാട തല നനച്ചാൽ മതി, മേല് കഴുകിയാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ തീരുമാനം എടുത്തതാണ്. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് ഇനി ചക്കപ്പരിപാടിയാണ്. മൂപ്പര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂപ്പർക്ക് ചക്കക്കൂട്ടാൻ പൂതിയായിട്ട് അവിടെ തൊടുവിൽ പോയിട്ട് നമ്മളെ പറമ്പല്ല കണ്ടോൻ്റെ പറമ്പിൽ പോയിട്ട് ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പത്തെ രാത്രി തന്നെ മൂപ്പര് വെട്ടി അതൊന്ന് ചുളപ്പാർച്ച് തന്നു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ തന്നെ വെക്കാലോ എന്നുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ മൂപ്പര് വണ്ടിയും നമ്മളെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അത് പറഞ്ഞപ്പോഴാണ് ആരോ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു ആരതാ ഓട്ടോറിക്ഷ എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഓട്ടോറിക്ഷ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു തോന്നുന്നുണ്ട്. അതല്ല നമ്മളതാണ് ഓട്ടോറിക്ഷ. ഓരോന്നിങ്ങനെ ഒരു ഇഷ്ടമാണല്ലോ, കുറേ കാലം കൂടിയിട്ടാണ് നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയത്. കുറേ ആഗ്രഹങ്ങളുണ്ടേന്ന്. അപ്പോൾ അപ്പം സാധിച്ചിട്ടില്ലെങ്കിലും 2-3 കൊല്ലം കഴിയുമ്പോഴത്തേനും സാധിച്ചെടുക്കാൻ കഴിയണുണ്ട്. അതന്നെ പഠിച്ചവൻ്റെ ഒരു കുതിരത്ത്. അപ്പം ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ഓട്ടോറിക്ഷേൻ്റെ ഇപ്പോൾ മീറ്ററിൻ്റെ പരിപാടിയോ ബ്രേക്കർ കുത്തുന്ന പരിപാടിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അച്ഛനും മകനും കൂടി അതിന് പോയിട്ടുണ്ട്. ഓല് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ചക്കക്കൂട്ടാനുണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ തിന്നാൻ പൂതിയായിട്ടാണ് മൂപ്പര് ഇന്നലെ തന്നെ ഓട്ടോ ഓടിയാണ് ചക്ക പറിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇനി ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ സന്തോഷമായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു ചക്കച്ചുളയത്തെ കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലപോലെ വേരൊക്കെ വന്ന് ഇലയൊക്കെ വരില്ല തുടങ്ങിയിട്ടുണ്ട്. മൂത്ത് എൻ്റെ അച്ഛൻ്റെ പ്രായമായി തോന്നുന്നു ഈ ഒരു ചക്കക്ക്. അതിന് മാത്രം മൂപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വേരൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി മഞ്ഞളും ഇത്തിരി ഉപ്പും ഇട്ടാണ്ട് ഒന്ന് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം പാരേണ്ട ആവശ്യം വന്നിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ കാരണം എന്തേലും ചോദിച്ചാൽ അതിലിഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയ ചക്കയെന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മഴയായിരുന്നു, ഇങ്ങനെ നിർത്താതില്ല മഴയല്ലേ. അപ്പോൾ വെള്ളം ഇറങ്ങിയ ചക്കയായിരുന്നു. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് വെന്ത് വന്നപ്പോൾ ഒരുപാട് വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു ഇത്തിരി ഒന്ന് വറ്റി വരട്ടെ. കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ വേകാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മിക്സിൻ്റെ ഒരു അഭാവം ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഹെലോകത്ത് കൊണ്ടുപോയാണ്ട് അരക്കാനും പിടിക്കാനും ഇപ്പം തൽക്കാലം ഇവിടെ ഉണ്ണിമോളുണ്ട്. ഓളത് വന്നിട്ടില്ല കേട്ടോ. ഓള് മാർക്ക് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഓള് പോണം. ഓളെ കൊണ്ട് ചേർത്തണം.
അപ്പോൾ ഒരുപാട് പേര് അതും ചോദിച്ചിട്ടുണ്ട് ഓളെന്തിനാണ് പോണത് എന്നുള്ളത്. അപ്പോൾ ഓളെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അതിൽ ലിസ്റ്റിലില്ലെങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പൈസ കൊടുത്ത് ചേർത്തണം. ഇപ്പോൾ ഗവൺമെൻറ്റിലാണ് കൊടുത്തിട്ടിട്ടുള്ളത്. അങ്ങനെ ഓളെ കൊണ്ട് ഞാൻ തേങ്ങ അയലോക്കത്തു നിന്നൊന്ന് ഒന്നും ചതച്ച് കൊണ്ടിരിച്ച കേട്ടോ. മിക്സി ഇനിയിപ്പോൾ വാങ്ങണോ നന്നാക്കണോ എന്നില്ല ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും ആ ഒരു മിക്സി നന്നാക്കാനായിട്ട് കടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ചിലപ്പം ആട്ടി വിടുണ്ടാവും നമ്മളാട്ടോ. ഒരു 3-4 വട്ടം ഞാൻ നന്നാക്കി കൊണ്ടുവന്നതാണത്. ഇനിയിപ്പം എന്താ പറയാൻ പറ്റൂല. ഒന്നാമത് ഓണമൊക്കെ ആകാനായല്ലോ. ഭയങ്കര ചിലവാണ് വരുന്നത്. ഓണം പറയുന്നത് നല്ല ചിലവിൻ്റെ പരിപാടിയാണ്. പിന്നെ ഡ്രസ്സ് എടുക്കലും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു 3-4 കല്യാണം ഉണ്ട്. ഒന്നും ഒഴിവാക്കാനൊന്നും പറ്റാത്തൊരു കല്യാണങ്ങളുമാണ്. അപ്പം അതിനൊക്കെ ഡ്രസ്സ് എടുക്കണം. പരിപാടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഏതായാലും എൻ്റെ ചക്കക്കൂട്ടാൻ വന്നിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ വന്ന് ഞാൻ അതിക്ക് തേങ്ങയും ചെറിയ ജീരകം വെളുത്തുള്ളിയും ഒക്കെ പാടെ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി അരച്ചാണ്ടല്ല ഒന്ന് ചതച്ചാണ്ട് ഇതിൽ പാർന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കടുകും കറിവേപ്പിൻ്റെ ഒക്കെ പാടെ മൂപ്പിച്ച് എന്താണ് വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചക്കക്കൂട്ടാൻ കേട്ടോ. സാധാരണ ഒരു ചക്കക്കൂട്ടാൻ ഇങ്ങനെയാണ് വെക്കുക. ഇനിയിപ്പോൾ നമ്മളെ നാട്ടിൽ കൂടെ എങ്ങനെയാണ് വെക്കുക? നിങ്ങളെ വേറെ ജില്ലയിൽ കൂടെ വേറെ മാറ്റങ്ങൾ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ചിലവർ ഇതിന് എലിശ്ശേരി എന്നാണ് പറയുക, ചക്ക എലിശ്ശേരി അങ്ങനെയാണ് പറയുക. നമ്മളവിടെ ചക്കക്കൂട്ടാൻ, നമ്മൾ കൊമ്പത്ത് പിടിപാടില്ല ആൾക്കാരൊന്നുമല്ല, അപ്പോൾ ചക്കക്കൂട്ടാൻ എന്നാണ് പറയാം. അങ്ങനെ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് മറിഞ്ഞ് ഒരു ചക്ക കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഓല് വന്നാൽ നമുക്ക് ചോറങ്ങോട്ട് തിന്നാൽ ഈ കഞ്ഞിയാണ് കുടിക്കുക. ഇന്ന് ഞാൻ കഞ്ഞിയാണ് വെച്ചിട്ടുള്ളത്, ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ചക്കക്കൂട്ടാൻ കണ്ടപ്പം കഞ്ഞി മതിയെന്നും ഞാൻ തന്നെയാണ് തീരുമാനിച്ചു. അങ്ങനെ കഞ്ഞി ആയിട്ടുണ്ട്. പിന്നെ ചക്കക്കൂട്ടാനും ആയി. പിന്നെ മീനുണ്ടല്ലോ. ഈ ഒരു മീൻ നിങ്ങളവിടെ എന്താ പറയുക? ഞങ്ങളവിടെയൊക്കെ പുതിയാപ്ലക്കോരാന്നാണ് പറയുക കേട്ടോ. വേറെന്താ മീനിൻ്റെ പേരിക്ക് അറിയില്ല. അങ്ങനെയാണ് പറയൽ. ചെമ്പല്ലി അല്ല, ഏതോ അതാണ് പറയുന്നത്, ചുമന്നൊരു മീൻ. അപ്പോൾ അതാണ് പൊരിച്ചിട്ടുള്ളത്. ഇനി അതും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ. അതും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. ബാക്കി നമുക്ക് മെഷീനിൽ ഇരിക്കാമല്ലോ. അങ്ങനെ ഇവളിതാക്കണ് ക്യാമറക്ക് വേണ്ടിയിട്ട് അല്ല, നമ്മളെ ഫോണിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് തരാമെന്നില്ല ഒരു ഇതിലാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. അടുക്കളയത്തെ ഏകദേശം പരിപാടികളൊക്കെ ഏകദേശമല്ല ഫുള്ള് പരിപാടികളും കഴിഞ്ഞ് ഇപ്പോൾ സമയം 1:30 ആയാൽ അപ്പോൾ ചോറ് കഞ്ഞി കുടിക്കുകയെന്നൊന്നുമില്ല. ആ ഒരു ത്വരയിലാണ് ഞാൻ നിൽക്കുന്നത്. തീറ്റ വിട്ടില്ല, ഒരു പരിപാടിക്കില്ല. ഏതായാലും ഇന്നത്തെ വിഭവങ്ങൾ വെക്കുകയാണ്. ഈ കഞ്ഞിയുണ്ട്, നല്ല മട്ടരീൻ്റെ കഞ്ഞിയുണ്ട്, ചക്കക്കൂട്ടാനുണ്ട്, 2-3-4 കാന്താരിമുളകുണ്ട്, ഇത്തിരി ഉപ്പുണ്ട്, ഒരു മീൻ കഷ്ണമുണ്ട്. ഇതാണ് ഉച്ചക്കത്തെ സംഭവം. അപ്പം നാടനാണ്, ഹെൽത്തിയാണ്, അടിപൊളിയാണ്. ഉണ്ടാക്കി ചക്ക കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളേ. അപ്പോൾ മൂപ്പരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഏതായാലും ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ പൊതുവേ ആ ഒരു പറച്ചിലുണ്ടല്ലോ, ഭക്ഷണം നമ്മളെ കാത്തിക്കാൻ പാടില്ല, ഭക്ഷണത്തെ നമ്മൾ കാത്തിക്കണം എന്നൊക്കെ ഒരു പറച്ചിലുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതായാലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആയ അപ്പം കഴിക്കണം, അതാണ് ഞങ്ങളെ പോളിസി ഉള്ളത്. അപ്പോൾ ഞാനിതാക്കണം കഞ്ഞീൻ്റെ ഒരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ടാണ്ട് ഒന്ന് കുടിക്കട്ടെ, നല്ല ഉഷാറായിട്ടൊന്ന് കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, കണ്ടുകൊണ്ട് നിൽക്കണവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട. പിന്നെ ബെൽ ബട്ടൺ നിൽക്കണം കേട്ടോ. എന്നാൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുമ്പോഴാണ് എന്നും നമ്മളെ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ഫസ്റ്റ് അങ്ങോട്ട് എത്തുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ആകണ്ടേ. പിന്നെ ഹൈപ്പും കൂടി എടുക്കാൻ മറക്കണ്ട. പിന്നെ കുറച്ച് റീൽസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടോളി, അങ്ങോട്ട് കണ്ടോളി. പിന്നെ ഷെയർ ആക്കാനൊന്നും മറക്കല്ല കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകുള്ളൂ ഷെയർ ആക്കാനായിട്ട്. അപ്പം ഏതായാലും ഇന്ന് ഇത്ര തന്നെ ഉള്ളൂ. ബൈ ബൈ.